ചന്ദ്രശേഖർ തിവാരി ആസാദിക്ക് വേണ്ടി ചാട്ടവാറടിയേറ്റത് തൻ്റെ 13ാമത്തെ വയസ്സിലാണ്. ചന്ദ്രശേഖർ ആസാദ് എന്ന സ്വാതന്ത്ര്യ സമരഭടനായി അദ്ദേഹം മരിക്കുമ്പോൾ പ്രായം വെറും 24 വയസ്സ്. മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുമ്പോൾ കേവലം 19 വയസ്സ് മാത്രമായിരുന്നു ഖുദിറാം ബോസിൻ്റെ പ്രായം. വിപ്ലവകാരി പ്രഫുല്ല ചാക്കിക്ക് അന്ന് പ്രായം വെറും 20 വയസ്സ്. 1857 പട്ടടയിൽ ആളിക്കത്തിയ തീജ്വാലകളിൽ ഏറ്റവും തിളക്കമുള്ളതിനുടമ മണികർണിക എന്ന ഝാൻസി റാണിയായിരുന്നു. 30ാമത്തെ വയസ്സിൽ പോരാട്ടവീര്യത്തിൻ്റെ ജ്വലിക്കുന്ന അഗ്നിശിഖകൾ സമ്മാനിച്ച് വിട പറയുമ്പോൾ ആ പേര് അനശ്വരമാക്കാൻ ഭാരതവും മറന്നില്ല. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, അടിമത്തമോ മരണമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് കയർക്കുടുക്കിനെ പൂമാലകളാക്കി കടന്നുപോയപ്പോൾ ശിവറാം രാജഗുരുവിനും സുഖദേവ് താപ്പറിനും ഭഗത് സിംഗിനും 25 വയസ്സുപോലും തികഞ്ഞിരുന്നില്ല. സർഫറോഷി കി തമന്ന എഴുതിയ തൂലികയ്ക്കൊപ്പം നിറതോക്കും കയ്യിലേന്തി ബ്രിട്ടീഷ് ചോറ്റുപട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്ത രാംപ്രസാദ് ബിസ്മിലും പിൻഗാമികൾ രാഷ്ട്രത്തിന് വേണ്ടി പോരാടി മരിക്കുന്നതാണെൻ്റെ സ്വപ്നമെന്ന് പ്രഖ്യാപിച്ച അഷ്ഫഖുള്ള ഖാനും ജീവിതം ഹോമിച്ചത് 30 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപാണ്. മദൻലാൽ ധിംഗ്രയും ഭഗവതി ചരൺ വോറയും അനന്തലക്ഷ്മൺ കാൻഹരെയും വസുദേവ ബൽവന്ത് ഫട്കെയും മംഗൾ പാണ്ഡെയും നാനാ സാഹിബും ഹെമു കലാനിയും താന്തിയ തോപ്പിയും അടങ്ങുന്ന സായുധ വിപ്ലവകാരികളിൽ ഏറിയ കൂറും വീരമൃത്യു വരിച്ചത് യുവത്വം തുളുമ്പി നിൽക്കുന്ന സമയത്താണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ പാർക്കുന്ന നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമായി നിലനിൽക്കുന്നതിന് പിന്നിൽ സ്വന്തം യുവത്വം രാഷ്ട്രദേവതയുടെ പാദങ്ങളിൽ അർച്ചന ചെയ്തവരുടെ ത്യാഗവും കൂടിയുണ്ടെന്നുള്ള കാര്യം നാം മറക്കരുത്. സ്വാതന്ത്ര്യ സമരവേദിയിൽ മിന്നൽ പിണർ പോലെ ജ്വലിച്ചു മറഞ്ഞ വീരാംഗനമാർ, നിയമ നിഷേധികൾ, സത്യാഗ്രഹികൾ, ഇവരെല്ലാവരുടെയും പ്രതിജ്ഞയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി ലഭിച്ചതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. സ്വതന്ത്ര ഭാരതം സ്വപ്നം കണ്ട് തൂക്കുകയറിലേക്ക് പതറാത്ത കാൽവയ്പ്പുകളോടെ പ്രയാണം ചെയ്ത ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ, സ്വാതന്ത്ര്യാനന്തര ഭാരതം വൈഭവമുള്ളതാവണമെന്ന് ഉറപ്പിക്കാൻ പരിശ്രമിച്ച ത്യാഗധനർ, മറന്നും മൺമറഞ്ഞും അറിയപ്പെടാതെ പോയ എത്രയോ സമരഭടന്മാർ, സഹിച്ചും ക്ഷമിച്ചും തോൽപ്പിക്കപ്പെട്ടും രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയവർ. അവരെക്കുറിച്ച് ഓർക്കാതെ, അവരെക്കുറിച്ച് പഠിക്കാതെ, അവരെക്കുറിച്ച് പ്രചരിപ്പിക്കാതെ ഒരു ഭാരതീയൻ്റെ ജീവിതം പൂർണ്ണമാകില്ല. അങ്ങനെയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ തലച്ചോറായിരുന്ന ബംഗാളിൽ നിന്ന്. അവരുടെ ചരിത്രമാണിത്. കാളിദ, ദൗത്യം വിജയകരമായി പൂർത്തിയായാൽ അങ്ങ് മടങ്ങിപ്പോകുമെന്നല്ലേ പറഞ്ഞത്? ദയവായി അങ്ങയുടെ കയ്യിലുള്ള സയനൈഡ് കൂടി എനിക്ക് തരൂ, ഞാൻ വേഗം മരണത്തെ പുൽകട്ടെ. പഹർത്തലിയിലെ യൂറോപ്യൻ ക്ലബ് ആക്രമണത്തിൽ മുറിവേറ്റ ആ സിംഹിണിയുടെ ധീരത സ്ഫുരിക്കുന്ന മുഖത്തേക്ക് കാളി കിങ്കർദേ നിർനിമേഷനായി നോക്കി നിന്നു. അവരുടെ നെഞ്ചിലേറ്റ മുറിവിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകുകയായിരുന്നു. പരീക്ഷീണയാണെങ്കിലും സായുധ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന തൻ്റെ സ്വപ്നം സാധിക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തി ആ 21-കാരിയുടെ മുഖത്ത് കാളി കിങ്കർദേക്ക് കാണാൻ കഴിയുമായിരുന്നു. അവൾ വീണ്ടും അപേക്ഷിച്ചു, കാളിദ, അങ്ങ് തിരിച്ചു പോകൂ, പക്ഷേ കൈവശമുള്ള സയനൈഡ് എനിക്ക് തരൂ. പിന്നെ കാളിദ ഒട്ടും അമാന്തിച്ചില്ല. തൻ്റെ പക്കലുണ്ടായിരുന്ന സയനൈഡ് കാളിദ ആ യുവതിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഝാൻസി റാണിക്ക് ശേഷം ഒരുപക്ഷെ സായുധ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് ബലിദാനം ചെയ്ത ആദ്യ വനിതയെന്ന് നമുക്കവരെ വിശേഷിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പ്രതിലത വഡേദാർ. ആധുനിക ഭാരതീയ വനിതകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിട്ടിറങ്ങണമെന്ന് പ്രഖ്യാപിച്ച് സായുധ പോരാട്ടത്തിനിറങ്ങി ജീവൻ വെടിയുമ്പോൾ അവളുടെ പ്രായം വെറും 21 വയസ്സ്. സൂര്യസെന്നിൻ്റെ നേതൃത്വത്തിൽ നിർമ്മൽ സെന്നും താരകേശ്വർ ദസ്തിദാറും രാമകൃഷ്ണ വിശ്വാസും നേതൃത്വം നൽകിയ പ്രസിദ്ധമായ ചിറ്റഗോങ് സംഘത്തിലെ അംഗമായിരുന്നു പ്രതിലത വഡേദാർ. 1911 മെയ് 5 ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമായ ചിറ്റഗോങ്ങിലെ ദൽഖഡ് ഗ്രാമത്തിലാണ് പ്രതിലത ജനിച്ചത്. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ വീരകഥകൾ കേട്ടു വളർന്ന ബാല്യമായിരുന്നു അവളുടേത്. സ്വാതന്ത്ര്യ ബലിത്തിയിൽ സ്വയം ആഹുതി ചെയ്യാൻ അവൾക്ക് ആദ്യ പ്രേരണ നൽകിയതും ഈ വീരഗാഥകൾ തന്നെ ആയിരിക്കണം. പഠിക്കാൻ മിടുക്കിയായിരുന്ന പ്രതിലത സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ധാക്കയിലെ ഏദൻ കോളേജിൽ നിന്ന് ഉയർന്ന മാർക്കോടെ തത്വശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. ചിറ്റഗോങ്ങിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപികയായ അവർ പിന്നീട് ആ സ്കൂളിലെ പ്രധാന അധ്യാപികയുമായി.
ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പേരിട്ട സംഘത്തിൻ്റെ ഉജ്ജ്വല പോരാട്ടങ്ങൾക്ക് കിഴക്കൻ ബംഗാൾ സാക്ഷ്യം വഹിച്ചിരുന്നു. ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണം, ജലാലാബാദ് പോരാട്ടം, ചന്ദർ നാഗോർ ഏറ്റുമുട്ടൽ തുടങ്ങിയ വിപ്ലവ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി യുവഹൃദയങ്ങളിൽ തീ കോരിയിട്ട കാലമായിരുന്നു അത്. മാതൃഭൂമിക്ക് വേണ്ടി ആത്മബലി ചെയ്യാൻ ഞാൻ മുൻപേ എന്ന പ്രഖ്യാപനത്തോടെ യുവാക്കൾ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. സഹന സമരത്തിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്ക് പങ്കെടുക്കാമെങ്കിൽ സായുധ സമരത്തിലും അത് സാധ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിച്ച പ്രതിലത അങ്ങനെ സൂര്യസെൻ നേതൃത്വം നൽകുന്ന ചിറ്റഗോങ് സംഘത്തിൽ അംഗമായി. അവരോടൊപ്പം നിരവധി സ്ത്രീകളും സംഘത്തിൻ്റെ ഭാഗമായി. സായുധ പോരാട്ടങ്ങളിൽ പങ്കെടുക്കാനുള്ള മനക്കെട്ടിയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരിക്കൽ ഒരാടിനെ കശാപ്പ് ചെയ്യാനാകുമോ എന്ന് സഹപ്രവർത്തകർ പ്രതിലതയോട് ചോദിച്ചു. ഒരു നിരുപദ്രവകാരിയായ ജീവിയെ കൊല്ലാൻ ഭയമൊന്നുമില്ലെങ്കിലും തന്നെ കൊണ്ടതിന് കഴിയില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സായുധ കലാപകാരി ആകുന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ അവൾക്ക് കഴിഞ്ഞു. രാജ്യത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ബലിയർപ്പിക്കും. ആവശ്യമായി വന്നാൽ മറ്റൊരാളുടെ ജീവനും ഞാൻ എടുത്തേക്കും. എന്നാൽ നിരുപദ്രവകാരിയായ മൃഗത്തെ അതേപോലെ കൊല്ലാൻ എനിക്കാവില്ല. ഇന്ത്യൻ പട്ടികൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് തൂക്കിയിട്ടുള്ള കുപ്രസിദ്ധമായ പഹർത്തലി യൂറോപ്യൻ ക്ലബിന് നേരെ ആക്രമണം നടത്തുന്ന സംഘത്തിന് നേതൃത്വം നൽകാൻ സൂര്യസെൻ തിരഞ്ഞെടുത്തത് പ്രതിലതയായിരുന്നു. കാളി കിങ്കർ ദേ, സുശീൽ ദേ, പ്രഫുല്ല ദാസ്, ബീരേശ്വർ റോയ്, ശാന്തി ചക്രവർത്തി, പന്നാസൻ, മഹേന്ദ്ര ചൗധരി എന്നിവരോടൊപ്പമായിരുന്നു പ്രതിലത പഹർത്തലി ക്ലബിന് നേർക്ക് നീങ്ങിയത്. രാത്രിയുടെ യാമങ്ങൾ കനത്തു തുടങ്ങിയപ്പോൾ പഹർത്തലിയിലെ യൂറോപ്യൻ ക്ലബിന് ചുറ്റും കാർമേഘങ്ങൾ പോലെ വിപ്ലവകാരികൾ നിലയുറപ്പിച്ചു. ബ്രിട്ടീഷ് അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ആ കെട്ടിടത്തിന് മുന്നിൽ ഇന്ത്യക്കാർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന ബോർഡ് വംശീയ അധിക്ഷേപത്തിൻ്റെ വിഷം ചീറ്റിക്കൊണ്ടിരുന്നു. ആ ധിക്കാരത്തിന് അറുതി വരുത്താൻ പുരുഷവേഷം ധരിച്ച ആ 21-കാരിയുടെ നേതൃത്വത്തിൽ ഒരു ചെറുസംഘം മുന്നോട്ട് നീങ്ങി. പെട്ടെന്നാണ് ക്ലബിനുള്ളിലേക്ക് വെടിയൊച്ചകൾ മുഴങ്ങിയത്. മാസ്റ്റർദ, സൂര്യസെന്നിൻ്റെ പ്രിയശിഷ്യയും കൂട്ടാളികളും സാമ്രാജ്യത്വത്തിൻ്റെ നെഞ്ചിലേക്ക് തുരുതുര വെടിയുതിർത്തു. ചീട്ടുകളിയിലും മദ്യലഹരിയിലുമായിരുന്ന വെള്ളക്കാർ ഭയന്നോടി. വിപ്ലവകാരികളുടെ തോക്കുകൾ ഗർജിച്ചപ്പോൾ നിരവധി ബ്രിട്ടീഷ് ഓഫീസർമാർ ചോരയിൽ കുളിച്ച് നിലത്തു വീണു. ആക്രമണത്തിനൊപ്പം തന്നെ വിപ്ലവത്തിൻ്റെ ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ പോരാട്ടവീര്യം പ്രഖ്യാപിച്ചു. എന്നാൽ ആ പുകപടലങ്ങൾക്കിടയിൽ കൂടി പാഞ്ഞുവന്ന ഒരു ബ്രിട്ടീഷ് വെടിയുണ്ട പ്രതിലതയുടെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. ചോരയിലിക്കുന്ന മുറിവുമായി അവൾ നിലത്തേക്ക് വീണു. തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്നുറപ്പായപ്പോൾ ശത്രുക്കളുടെ കൈകളാൽ ജീവനോടെ പിടിക്കപ്പെടാൻ ആ സിംഹിണി ആഗ്രഹിച്ചില്ല. അങ്ങനെ കയ്യിൽ കരുതിയിരുന്ന സയനൈഡും സഹപ്രവർത്തകനായ കാളി കിങ്കർ ദേയുടെ കയ്യിലുണ്ടായിരുന്ന സയനൈഡും കഴിച്ച് അവൾ ആത്മാഹുതി ചെയ്തു. പ്രതിലതയുടെ ശരീരത്തിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളം പിടിച്ചെടുത്ത ലഘുലേഖ ഇങ്ങനെയാണ് അവസാനിച്ചത്. രാജ്യത്തിനു വേണ്ടിയുള്ള സമരത്തിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ഒരു വേർതിരിവിൻ്റെ ആവശ്യമെന്താണ്? സഹോദരിമാർ എന്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൂടാ? രജപുത്ര വനിതകളെ സംബന്ധിച്ച വിശുദ്ധമായ ഓർമ്മകളിൽ അവർ ധീരതയോടെ യുദ്ധം ചെയ്യുകയും ശത്രുക്കളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രത്താളുകളിൽ ഇത്തരം ആരാധ്യരായ വനിതകളുടെ വീരസാഹസിക കഥകൾ നിറഞ്ഞിരിക്കുന്നു. എങ്കിൽ നാം ആധുനിക ഭാരതീയ വനിതകൾ സായുധ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ നിന്ന് എന്തിന് മാറി നിൽക്കണം? ഇനിമേൽ അങ്ങനെ മാറി നിൽക്കുകയില്ലെന്നും എത്ര തന്നെ അപകടം പിടിച്ച കാര്യമാണെങ്കിലും സഹോദരന്മാരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നും സ്ത്രീകൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. സഹോദരിമാർ സ്വയം ദുർബലരായി കണക്കാക്കുകയില്ലെന്നും ഏത് ക്ലേശങ്ങളെയും അപകടസന്ധികളെയും അഭിമുഖീകരിക്കാൻ തയ്യാറായിരിക്കുമെന്നും വിപ്ലവ പ്രവർത്തനങ്ങളിൽ ആയിരങ്ങളായി അണിനിരക്കുമെന്നും ഞാൻ ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു. 1932 സെപ്റ്റംബറിൽ പഹർത്തലയിൽ പൊലിഞ്ഞ ആ അഗ്നിനക്ഷത്രത്തിൻ്റെ ഓർമ്മകൾ ഭാരതീയ യുവത്വത്തിൻ്റെ ഹൃദയങ്ങളിൽ ഇന്നും അണയാത്ത ദീപമായി ജ്വലിച്ചു നിൽക്കുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സായുധ പോരാട്ടത്തിന് നേതൃത്വം നൽകി രക്തസാക്ഷികളായ നിരവധി ധീരദേശാഭിമാനികൾക്കൊപ്പം ഉയർന്നു കേൾക്കേണ്ട, ഉയരങ്ങളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട പേരാണത്. പ്രതിലത വഡ്ഡേദാർ.